ഹേ എവരിവൺ, ട്രാവൽ സ്കേപ്പ് മലയാളി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് BMW 310 GSൻ്റെ ഒരു റൈഡിങ് റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ ഈ ഒരു റൈഡിങ് റിവ്യൂവിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുക, വണ്ടിയുടെ എഞ്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. Let me show you, let me show you. Look. Right there. Look. എന്തായാലും നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കയറിയിരിക്കുമ്പോൾ അത്യാവശ്യം എനിക്കൊക്കെ ഈ ഒരു ലെവലാണ് കാലെത്തുന്നത്. ഈ ഒരു ലെവലാണ് കാലെത്തുന്നത്. എന്നാലും എനിക്ക് വണ്ടി മാനേജ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ഒന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് വണ്ടിയുടെ എക്സോസ് നോട്ടും അതിനൊക്കെ വരുന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഒരു വണ്ടിയുടെ റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ക്ലച്ചിന് കുറച്ച് ഞാൻ തന്നെ പറഞ്ഞ ക്ലച്ച് ഭയങ്കര ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ക്ലച്ചാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഫ്രണ്ടും ബ്രേക്കും ക്ലച്ച് ലിവറും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ത്രോട്ടിൽ നോക്കുകയാണെങ്കിൽ ത്രോട്ട് ബൈ വയറാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ടുള്ളത്. നല്ലൊരു തോട്ട് റെസ്പോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ റോഡുകളിലായാലും ഓഫ് റോഡായാലും ഒരു വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. ആ ഒരു ഓഫ് റോഡൊക്കെ ഒരു വണ്ടി സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള രീതിയിലാണ് ഒരു വണ്ടിയുടെ എൻജിനായാലും സസ്പെൻഷനായാലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് വണ്ടിയുടെ എൻജിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ സസ്പെൻഷനൊക്കെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ സംസാരിക്കാം. വണ്ടിയുടെ പവർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വണ്ടിയുടെ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വണ്ടിയുടെ പവറും കാര്യങ്ങളും. കാരണം അത്യാവശ്യം നല്ല രീതിയിലൊരു പുഷ് കൊടുക്കാൻ പറ്റുന്ന പവറാണ് ഒരു മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യണത്. ഒരു 313 cc ആണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പവർ റെസ്പോൺസ് പറഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. നമുക്കൊരു 6 സ്പീഡ് വരുന്ന ഒരു ഗിയർ ബോക്സാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലൊന്നല്ല ഗിയർ ഷിഫ്റ്റിങ് കാലൊക്കെ വരുന്നത്. നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചെറിയൊരു ഹാർഡ്നെസ്, സ്ലൈറ്റ് ഹാർഡ്നെസ് നമുക്ക് ഗിയർ ബോക്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡ് ബാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാൻഡ് ബാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരുപാട് സ്ട്രെയിനോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഹാൻഡ് ബാർ എനിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പ്രത്യേക ഒരു ഫീലാണ്. കാരണം വെച്ചാൽ ബാക്കി മോട്ടോർ സൈക്കിൾ പോലെ നമുക്കൊരു സ്ട്രെയിനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഈ പറഞ്ഞ മാതിരി ബ്രേക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ABS ആണ് വരുന്നത്, ഫ്രണ്ടും ബാക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ABS ഓഫ് റോഡ് പോകുമ്പോൾ വലിയല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു ABS എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് പോകുമ്പോൾ അതിൻ്റേതായ രീതിക്ക് അത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് സെറ്റ് ആയിക്കോളും. നമ്മൾ മുമ്പത്തെ മോഡലിലൊക്കെ നമുക്ക് ABS ഓഫ് ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകുന്നതായി കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഓപ്ഷനൊന്നും ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ടില്ല. എന്നാൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി റൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഓഫ് റോഡ് അല്ലെങ്കിൽ ABSൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഫീൽ ചെയ്യില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ബാക്ക് ബ്രേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബൈബറിൻ്റെ കാലിപ്പേഴ്സാണ് ബാക്കും ഫ്രണ്ടും വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു നല്ലൊരു ബൈറ്റും കാര്യങ്ങളൊക്കെ ബ്രേക്സാണ് വന്നിട്ടുള്ളത്. മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ളൊരു മീറ്റർ തന്നെയാണ് മോട്ടോർ സൈക്കിളിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ചെറിയ വൈസറാണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിൻഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വൈസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് വൈസറും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. മിററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് മിററിൻ്റെ കാര്യം വരുന്നത്. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വിസിബിലിറ്റിനെ ഒരു കാരണവശാലും നമുക്ക് പ്രശ്നം കാരണം വിസിബിലിറ്റിയിൽ വരുന്നില്ല. പിന്നെ റോഡ് പ്രസൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു BMW മോട്ടോർ സൈക്കിളാണ്.
ലോഗോ കാണുമ്പോൾ തന്നെ 10 പേര് നോക്കും. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു BMW റൈഡ് ഫീൽ അല്ലെങ്കിൽ ആ BMW മോട്ടോർ സൈക്കിളാണ് നമ്മൾ ഓടിക്കുക എന്നുള്ളൊരു ഫീൽ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. ആ ഒരു രീതിയിലാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ത്രോട്ടിൽ ബൈ വയർ നല്ല റെസ്പോൺസിബിൾ ഉള്ളൊരു ത്രോട്ടിൽ ബൈ വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ത്രോട്ടിൽ കൊടുത്താൽ തന്നെ ലാഗ് ഇല്ലാതെ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ മൂവ് ചെയ്യണത് നമുക്ക് അറിയാൻ പറ്റും. മോട്ടോർ സൈക്കിളിൻ്റെ എക്സോസ്റ്റ് നോട്ടും നമുക്ക് കൊള്ളാം. കാരണം വെച്ചാൽ നമ്മളൊന്ന് വണ്ടി ഒന്ന് കൊടുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു രീതിയിലാണ് നമുക്ക് എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നമുക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് വന്നിട്ടുള്ളത്. വൈബ്രേഷൻ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്ക് കമ്പിക്ക് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന വൈബ്രേഷനാണ്. ഒരു ടാങ്ക് പാഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ കാലമിക്കൊന്നും അറിയുന്നില്ല. കാരണം വെച്ചാൽ ഒരു ടാങ്ക് പാഡും കൂടി നിങ്ങൾ ഒട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആ ഒരു വൈബ്രേഷൻ കോമ്പൻസേറ്റ് ചെയ്ത് പോവും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഹമ്പ് പോകട്ടോ. ഇപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ഹമ്പാണ്. പക്ഷേ സുഖമായിട്ട് നമുക്ക് എടുത്തു പോകാം. നമ്മൾക്ക് സാധാരണ ആ ഹമ്പ് ചാടുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. ത്രോട്ടിൽ റെസ്പോൺസ് നല്ലൊരു ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട് ഒരു മോട്ടോർ സൈക്കിളിന്. പിന്നെ ഹീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിയിൽ നമുക്ക് ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്. പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഹീറ്റിംഗ് മാത്രമാണ്. പിന്നെ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഹീറ്റിങ്ങും കാര്യമൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹീറ്റിംഗ് കാര്യമൊന്നും അറിയാൻ പറ്റില്ല. അതൊക്കെ ആ ഒരു വണ്ടി പോകുന്നതിൻ്റെ ഇതിനനുസരിച്ച് ആ ഒരു ഹീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ബാക്കി വേറെ ബുദ്ധിമുട്ടും കാരണമൊന്നും എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറയുന്നത് പക്കാ ഒരു പ്രീമിയം മോട്ടോർ സൈക്കിൾ ഓടുന്ന ഫീൽ തന്നെയാണ്. ക്ലച്ച് ആയാലും നമുക്ക് ഫ്രണ്ട് ബ്രേക്സ് ആയാലും നമുക്ക് നല്ല റെസ്പോൺസീവ് ആണ്. നമുക്ക് ഫ്രണ്ട് ബ്രേക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ABS ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഫ്രണ്ട് ബ്രേക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി നമുക്ക് റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു ലാഗോ കാര്യമൊന്നും ഈ ഒരു മോട്ടോർ സൈക്കിളിന് വരുന്നില്ല. നിങ്ങൾക്ക് ഒരു വർഷം ഞാൻ ഫ്രണ്ട് ബ്രേക്സ് കാണിച്ചു തരാം. ബാക്കിൽ വണ്ടിയുടെ കുറവാണ്. നമുക്ക് സഡൻ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ബ്രേക്സും കാര്യങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് റോഡിന് വേണ്ട രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് സസ്പെൻഷന് നമുക്ക് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ലൊരു ബംപി ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് നമുക്ക് ഫ്രണ്ട് വന്നിട്ടുള്ളത്. അതേ ഒരു ട്യൂണിങ് സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ബാക്കിലും വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു പില്ലിയൻ റൈഡറിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പോലും ആൾക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഫ്രീ ആയിരുന്ന് പോകാൻ പറ്റുന്ന ഒരു സീറ്റിനാണ് പില്ലിയനും ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ റൈഡർ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൈഡർ സീറ്റാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി ഒരു പ്രശ്നങ്ങളില്ലാതെ സുഖമായി കാണുന്നില്ലെങ്കിൽ നമുക്ക് പോകാം. പിന്നെ ഞാനിപ്പോൾ ചില മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഡൊമിനാറിൻ്റെ ഒക്കെ സീറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാണ്. ആ ഒരു ഹാർഡ്നെസ് ഒന്നും ഇതിൻ്റെ സീറ്റിന് വരുന്നില്ല. നമുക്ക് ഫ്രീ ആയിരുന്നു ഓടിക്കാൻ പറ്റും. നല്ലൊരു ത്രോട്ടിൽ പിക്കപ്പ് നമുക്ക് ഒരു മോട്ടോർ സൈക്കിളിൽ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ എനിക്കൊരു മോട്ടോർ സൈക്കിളിൽ കുറച്ച് എനിക്ക് വേറെ അധികം ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പോൾ എഞ്ചിനെ കുറച്ച് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ മാതിരി നല്ലൊരു പെർഫോമൻസ് ആണ്. എഞ്ചിൻ കാഴ്ചവെക്കുന്നത് 313 cc ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പവർ പിക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ലൊരു പവർ പിക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. വേറെ ബുദ്ധിമുട്ടൊന്നും ഈ ഒരു വണ്ടിയുടെ മോട്ടോർ സൈക്കിളിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നമുക്ക് ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നും കൂടി നമുക്ക് നോക്കി നോക്കാം. അപ്പം നമുക്ക് എന്തായാലും വണ്ടി തിരിച്ചിട്ട് പോണ വഴി ഒരു സ്ഥലമുണ്ട്, അവിടേക്കൊന്ന് കയറി വെക്കാം. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓഫ് റോഡ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊന്നുമല്ല. എൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ചെറിയൊരു പാടം വൈബ് എന്ന് നമുക്ക് പറയാം. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ഓഫ് റോഡ് കേട്ടോ വണ്ടിയിൽ. കണ്ടോ സസ്പെൻഷനൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടായില്ലേ. ക്യാമറ വരെ പോയി. ഓഫ് റോഡൊക്കെ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് സെറ്റാണ്. ബ്രേക്കിംഗ് ആയാലും ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ABS ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് അതിൻ്റേതായ രീതിക്ക് സെറ്റാവുന്ന കാരണം ബ്രേക്കിങ്ങിലും നമുക്കൊരു പൊട്ട ഫീഡ്ബാക്കൊന്നും വരുന്നൊന്നുമില്ല. ഓഫ് റോഡിൽ നമുക്ക് കോൺഫിഡൻ്റായിട്ട് നമുക്ക് എടുത്തു പോകാൻ പറ്റും ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ബാക്കി റൈഡ്സിൻ്റെ കാര്യം പറയണം തന്നെ ബാക്കി റൈഡ്സും നമുക്ക് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് തന്നെയാണ് ഞാനും പറയണത്. അപ്പോൾ എൻ്റെ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ
ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. നിങ്ങൾക്ക് ഒരു ഓഫ് റോഡിനെ കുറിച്ചുള്ളതും കൂടി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണിച്ചതുകൊണ്ടുകൂടി എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. നിങ്ങൾക്ക് ഒരു മോട്ടോർ സൈക്കിളും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു റൈഡിംഗ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അമൽ സൈനിങ് ഫ്രം ദിസ് ചാനൽ ട്രാവൽസ്കേപ്പ് മലയാളി.